ഞങ്ങൾ എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ സഹാക്കൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതലുള്ളത് കൊടുത്ത പത്രത്തിൽ. ഞങ്ങളുടെ ചരിത്രത്തിൽ തന്നെ തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ. വർഗസമരത്തിൻ്റെ ചരിത്രം അതാണ്. ആ വർഗസമര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ ഏതെങ്കിലും ഉട്ടോപ്യൻ സമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധി ലോകത്താകെ. ആ പ്രതിസന്ധി ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. ഇന്നല്ല എന്ന് പറഞ്ഞാൽ ഇന്നല്ല, ചിലപ്പോൾ 10 കൊല്ലോ 100 കൊല്ലമൊക്കെ എടുക്കും. സാമൂഹ്യ പരിവർത്തനം ഒരു കൊല്ലം കൊണ്ട് സംഭവിക്കുന്നല്ല. 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വർഷത്തെ പഴക്കമുണ്ട് ഈ മനുഷ്യകുലത്തിന്. 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ പഴക്കമുണ്ട് ഈ മനുഷ്യകുലത്തിന്. ആ മനുഷ്യകുലം പിന്നിട്ട് വന്ന ഒരുപാട് സാമൂഹ്യ വ്യവസ്ഥകളുണ്ട്. അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷമായിരുന്നു ആദ്യഘട്ടം. പിന്നീട് അത് ചുരുങ്ങി വന്നു. ഈ മുതലാളിത്തത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിസന്ധിയെ മാർക്സ് അളന്നു തൂക്കി വ്യക്തമാക്കി. ഇത് അവസാനിച്ചേ തീരൂ. ഇത് അവസാനിപ്പിക്കുന്ന വർഗീയം ഏതാണ്? നിങ്ങളുടെ കണ്ണിൽ കാര്യമായ ശേഷിയോ കഴിവോ ഒന്നുമില്ലാത്ത, എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അവരുടെ ഭാഗമായിട്ടാണ് അധ്വാന ശേഷി അടിസ്ഥാനപ്പെടുത്തിയാണ് അധ്വാന വർഗം. അവർ ഈ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഈ ഭരണകൂട സംവിധാനത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ അധ്വാന ശേഷിയുടെ വില മാത്രം കൊടുത്ത് അധ്വാനം കവർന്നെടുക്കുന്ന മുതലാളിത്തം മിച്ചമൂല്യ സിദ്ധാന്തത്തിലൂടെ നിങ്ങൾ തടിച്ചു കൊഴുക്കുമ്പോൾ ഉൽപാദന ഉപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയെ തന്നെ മാറ്റി ഉൽപാദനോപാധികളുടെ പൊതു ഉടമയിലേക്ക് ഈ ലോകത്തിന് മാറാതിരിക്കാൻ പറ്റില്ല. അതാ സയൻസ്. ഈ ശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹ്യ ശാസ്ത്രം, മനുഷ്യ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശാസ്ത്രം. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവത്തിൻ്റെ സമീപനം. ഈ വിപ്ലവപരമായ ഉള്ളടക്കത്തോടുകൂടി ഈ സമൂഹത്തെ പ്രവർത്തിപ്പിക്കാൻ, പുനരാവിഷ്കരിക്കാൻ, ഒരു പുതിയ തലത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ് ഞങ്ങൾ ഓരോരുത്തരും. നിരാശ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമേ അല്ല. അതാ ഞാൻ പറഞ്ഞത്, പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഉണ്ടാവുന്ന ഏതെങ്കിലും തിരിച്ചടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നോട്ടേക്കുള്ള കുതിപ്പോ അതിൽ ആഹ്ലാദപൂർവ്വം പിന്നീട് വിഷമകരമായ സ്ഥിതി ഞങ്ങൾക്കില്ല. പാർട്ടി ശരിയായ ദിശാബോധത്തോടുകൂടി പാർട്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടിയെ നയിക്കും. ചിലപ്പോഴും നല്ലപോലെ മുന്നോക്കം പോകും, നല്ലപോലെ കുതിച്ചു വരികയും ചെയ്യും. ശ്രീലങ്കയിൽ 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ പാർട്ടിക്ക്. അവരാണിപ്പോൾ 2 ഭാഗം ഭൂരിപക്ഷം നേടിയ പാർട്ടിയായിട്ട് മാറിയത്. കമ്മ്യൂണിസ്റ്റുകാരൻ അവിടുത്തെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് പ്രസിഡന്റായിട്ട് വരുന്ന ചിത്രം ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നവരല്ല. ഇന്ന് ഒട്ടും നിരാശപ്പെടേണ്ട കാര്യവുമില്ല. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും ശക്തിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നേതൃത്വത്തിനെതിരായി അതിശക്തിയായ വിമർശനം ഉന്നയിച്ചു. വാർത്ത പത്രത്തിൽ, അതുപോലെ തന്നെ ചാനലിൽ. ഇതാണ് സാമ്പിള്. ഇന്നലെ മറുപടി പറഞ്ഞ് സഖാവ് MA ബേബി ഞങ്ങളുടെ സമ്മേളനത്തിൽ ചർച്ചയൊക്കെ ഉണ്ടാവും, അതിലൊന്നും നിങ്ങൾക്ക് വിചാരിക്കും സംശയം വേണ്ട. മാധ്യമങ്ങളോട് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു, വിമർശിക്കാൻ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെമ്പാടുമുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടി സഖാക്കൾക്ക്, പാർട്ടി ഡെലിഗേഷന് അവകാശമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ ഒരു സാർവദേശീയ പ്രസ്ഥാനമാണ്. ആ സാർവദേശീയ പ്രസ്ഥാനത്തിന് ലോകത്തെമ്പാടുമുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളെപ്പറ്റി നിലപാടുണ്ട്. ആ നിലപാടുകളെ പറ്റിയെല്ലാം നമ്മുടെ ഡെലിഗേഷൻ്റെ ഭാഗമായി സഖാക്കൾക്ക് പറയാനുള്ളത് പറയാം. ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും പാർട്ടി നിലപാടുണ്ട്, അത് സംബന്ധിച്ചും ചർച്ച ചെയ്യാം. പിന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ താഴെ തലത്തിലുള്ള പാർട്ടി സഖാക്കൾ വരെയുള്ള സഖാക്കളെ പറ്റിയുള്ള വിമർശനമുണ്ട്, ആ വിമർശനം ഉന്നയിക്കാം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലാകെയുമുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കെതിരായിട്ട് വിമർശനം ഉന്നയിക്കാം. ഇനി ഒന്നുകൂടി ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ, വിമർശനം ഉന്നയിക്കാം എന്ന ഒരു അഴകുഴമ്പൻ വിശദീകരണമല്ല. വിമർശനവും സ്വയം വിമർശനവും ഈ പാർട്ടിയുടെ ജീവശ്വാസം പോലെ വളരെ പ്രധാനപ്പെട്ട അനിവാര്യതയുള്ള ഒന്നാണ്. വിമർശനത്തിന് വിധേയമാവാത്ത, വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരാത്ത,
ഒരു പാർട്ടി നേതാവും പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങളുടെ വിമർശന രീതി മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കുള്ളതല്ല, ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ രീതി, അതിൻ്റെ പേരാണ് സ്വയം വിമർശനം. വിമർശനം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നു. എങ്ങനെയാണ് വിമർശിക്കുക? ഈ പാർട്ടിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ആ ഘട്ടത്തിൽ നിങ്ങളെടുത്ത നിലപാട് ശരിയോ തെറ്റോ, ശരിയായിരുന്നില്ല എന്ന അഭിപ്രായം, അതാണ് വിമർശനം. അങ്ങനെ ആയിരുന്നില്ല ആ നിലപാട് സ്വീകരിക്കേണ്ടത്, അങ്ങനെ ആയിരുന്നില്ല ആ കാര്യത്തെ അവതരിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചുമുള്ള സഖാക്കളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിമർശനം. അതിൻ്റെ ഒപ്പം തന്നെ കൂടപ്പുറപ്പായ ഒരു കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്ന ഈ വിമർശനത്തോടൊപ്പം ഞാൻ ചെയ്ത ഇക്കാലത്തെ ഈ 3 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ആകെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ സംഭാവനയിൽ ഇന്ന തെറ്റ്, ഇന്ന പിശക് ഞാൻ സ്വയം ഈ പാർട്ടിയുടെ മുമ്പിൽ വെച്ച് തിരുത്തുന്നു. സ്വയം വിമർശനമാണ്. ഈ സ്വയം വിമർശന രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തന സ്വഭാവമാണ്. ഈ രീതിയിൽ സംഘടന കൈകാര്യം ചെയ്യുന്ന ബൂർഷ്വാ പാർട്ടിയുടെ പട്ടികയിൽ ഒരാളെയും ഒരു പാർട്ടിയെയും പറയാനാവില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്നു, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു, പാർട്ടി സെക്രട്ടറിയെ വിമർശിക്കുന്നു, വലിയ ബാധകം. അതാണ് ഈ പാർട്ടിയുടെ മെറിറ്റ്. മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും മുഖത്ത് നോക്കി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച്, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയാനുള്ള കഴിവുണ്ടല്ലോ, ശേഷിയുണ്ടല്ലോ, അതാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതില്ലെങ്കിൽ ഈ പാർട്ടിയില്ല, ഈ പാർട്ടിയുടെ വളർച്ചയില്ല, ഈ പാർട്ടിയുടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് കേരളത്തിലെ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വയം വിമർശനവും നടത്തിയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോവുക. ഇത് 1ാമത്തെ ജില്ലാ സമ്മേളനമാണ്. ഇനി 13 ജില്ലാ സമ്മേളനമുണ്ട്. 13 ജില്ലാ സമ്മേളനത്തിലെയും ഞങ്ങളുടെ നിലപാടിതാണ്. അതുകൊണ്ട് വിമർശനം ഉണ്ടായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് നടക്കണ്ട. ഞാനിപ്പോൾ പറഞ്ഞാലും പറയാണ്ടിരിക്കൂല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ലേ കുറേ മാധ്യമങ്ങൾ? നാളത്തെ പത്രം നോക്കിക്കോ, എന്താ വരിക? MP ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു, തീർന്നു. അതിനു വേണ്ടിയായി നിൽക്കുന്നത്. എന്നാൽ MP ഗോവിന്ദൻ വല്ല പാർട്ടി വിരുദ്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന വല്ല ധ്വനിയും വെച്ച് വല്ലതും സംസാരിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ നിൽക്കുന്നത്. പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും കിട്ടുന്നില്ല, അവർ തന്നെ ഉണ്ടാക്കും ഒരു വാർത്ത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്ത ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇത് കുറേ കൊല്ലായി തുടങ്ങിയിട്ട് ഞങ്ങൾക്കതിൽ ഒരു ലെവലേശം ഭയം ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ലെവലേശമില്ല. കാരണം നിങ്ങളുടെ ഒന്നും തണലിൽ വളർന്നു വന്നവരല്ല ഞങ്ങളാരെങ്കിലും. നിങ്ങളുടെ എല്ലാ ഷീട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ PD സതീശനും K സുധാകരനും അതുപോലെ തന്നെ സുരേന്ദ്രനെല്ലാം നിങ്ങൾ നൽകുന്ന പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണയനുസരിച്ച് വന്നവരല്ല ഞങ്ങളൊന്നും. എല്ലാ അർത്ഥത്തിലും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ബൂർഷ്വാ സംവിധാനത്തിൻ്റെ മൂലധന ശക്തികളുടെ നിലപാടിനെതിരായി അതിശക്തിയായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വന്ന കേഡർമാരാണ് ഇന്നത്തെ പാർട്ടിയുടെ നേതൃനിരയിലുള്ള എല്ലാവരും എന്ന കാര്യം മറക്കണ്ട. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ മാധ്യമങ്ങളും കുറച്ച് ആളുകളും വിചാരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി കളയുമെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. ഞങ്ങളെല്ലാം എല്ലാ സന്ദർഭത്തിലും പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയെല്ലാം അപകടകരമായ രീതിയിലുള്ള വാർത്ത ഈ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തിയായിട്ട് നിങ്ങൾ നടത്തിയിട്ടും ഈ പാർട്ടി നിലനിൽക്കുന്നുണ്ടല്ലോ, ഈ പാർട്ടിക്ക് വളർന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? നിങ്ങളെല്ലാം പറയുന്നതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണെങ്കിൽ ഈ കേരളത്തിൽ ഇതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം കാണാൻ, കേൾക്കുന്നതിൻ്റെ അപ്പുറം കേൾക്കാൻ എല്ലാമുള്ള ശേഷി നേടിയിട്ടുള്ള ഒരു ജനതയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാന്ന് ചോദിച്ചാൽ പ്രതിപക്ഷമൊന്നുമല്ല. VD സതീശൻ ഇവർ ഇന്ന് പറഞ്ഞത് നാളെയും കൂടി വായിച്ച് മറ്റന്നാളെ പറയുള്ളൂ. മനസ്സിലായില്ല അല്ലേ പറഞ്ഞത്? ഇന്ന് ഈ മാധ്യമങ്ങൾ പറഞ്ഞത് നാളെ വായിച്ച് മറ്റന്നാളാണ് ആര് പറയുന്നത്? VD സതീശൻ പറയുന്നത്, സുധാകരൻ പറയുന്നത്. അല്ലാണ്ട് സുധാകരൻ പറഞ്ഞത് നിങ്ങൾ പറയലല്ല, VD സതീശൻ പറഞ്ഞത് നിങ്ങൾ പറയലല്ല.
ലോകത്ത് തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ ശൃംഖലയിൽ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന ഭൂതലം ഏതാണ് എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഈ കേരളമാണ്. ഞാൻ ഒന്നും കൂടി പറയാതെ ആവർത്തിക്കാം. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയ നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന മാധ്യമ ശൃംഖലയുടെ നാട് ഈ കേരളമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രമല്ല, വലതുപക്ഷ ആശയ നിർമ്മിതി അതവിടെ വർഗപരമായ കാഴ്ചപ്പാടാണ്. വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് ഇതുപോലെ ഈ കേരളം പോലെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖല ലോകത്ത് തന്നെ അപൂർവവുമാണ്. അത് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, അപൂർവമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിജീവിക്കേണ്ടത്. ഈ കാര്യം ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങളെ ഇതിൻ്റെ ഭാഗമായിട്ട് അണിനിരത്തിക്കൊണ്ട് തന്നെ ഈ കള്ള പ്രചാരവേല വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ ആശയ നിർമ്മിതി, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുന്നേറാൻ. അങ്ങനെ മുന്നേറിയ അനുഭവമാണ് പാർട്ടിക്കുള്ളത്. നിങ്ങൾ കുറച്ച് ചരിത്രം പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. ഇത് കേരളത്തിൽ ആരംഭിച്ചത് 1957 1957 സഖാ VMSൻ്റെ ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭയിലെങ്കിലും അധികാരത്തിലേക്ക് വന്നത് ഈ കേരളത്തിലാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ സ്ഥാനം അതാണ്. ചിലർ പറയുന്നുണ്ട് ഈ കേരളത്തെ പറ്റി അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് എന്താണ് അറിയാം. അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക് അതിൻ്റെ ഗവേഷണം നടത്തുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു പേരാ കേരളം. ആ കേരളത്തിലാണ് 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ സ്വതന്ത്രന്മാർ കൂടിച്ചേർന്ന്, അന്ന് മുന്നണിയൊന്നുമില്ല, സ്വതന്ത്രന്മാരാണ്. 6 സ്വതന്ത്രന്മാരുണ്ടായിരുന്നു. VR കൃഷ്ണയ്യരെ പോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, AR നായരെ പോലുള്ള ആളുകൾ, AR മേനോൻ, അതുപോലുള്ള നിരവധി ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് രൂപീകരിച്ച ജോസഫ് മുണ്ടശ്ശേരിയെ പോലെ ആ ഗവൺമെൻറ്, ആദ്യത്തെ ഗവൺമെൻറ് 57 ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് കേരള ചരിത്രത്തിൽ എല്ലാ ജാതി മത വർഗീയ ശക്തികളെയും ചേർത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വിമോചന സമരസഖ്യമുണ്ടാക്കിയത്. എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ചേർത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പിന്തിരിപ്പനായ ഒരു കൂട്ടു സംവിധാനത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള 57 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെതിരായി അതിൻ്റെ അന്ത്യം കുറിക്കാൻ ഭരണഘടനാ വകുപ്പിലെ ഏറ്റവും വൃത്തികെട്ട വകുപ്പ് കൂടി ചേർത്ത് അതിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ വിമോചന സമരം നയിച്ചത് ഈ മതവർഗീയ ശക്തികളെല്ലാം ചേർന്നുകൊണ്ടാണ്. ഇപ്പോഴും തുടങ്ങിയതല്ല ഇത്. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞൊരു മഴവിൽ സഖ്യം അന്ന്, അതിൻ്റെ പുതിയ രൂപമാണ് ഇപ്പോഴിവിടെ. അതിലൊന്ന് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളെല്ലാം ഒരു ഭാഗത്തും, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPIയും ഉൾപ്പെടെ ചേർന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോട് പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ അനുയായികളെ ഉൾപ്പെടെ നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും SDPയുടെയും നേതൃത്വത്തിലുള്ള ആളുകളായി മാറുന്ന ഒരു പുതിയ ചിത്രം. മുസ്ലിം ലീഗിൻ്റെ അണികളെ ആ തരത്തിലേക്ക് മാറ്റി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം. അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഒരു സ്ഥാനാർത്ഥിയെയും നിർത്താതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഗുണഭോക്താവ് കോൺഗ്രസ്സാണ് പ്രധാനമായിട്ട്. മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി SDPIയും ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെ ചേർന്ന് അതിശക്തിയായ ഒരു വർഗീയ കൂട്ടുകെട്ട് ഈ കേരളത്തിൽ രൂപപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ഈ മുസ്ലിം കേന്ദ്രീകൃത മേഖലയിലെല്ലാം 1,00,000-ലധികം വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തോൽക്കേണ്ടി വന്നത്. വെറുതെയല്ല, ലീഗിൻ്റെ വോട്ട് കൊണ്ടൊന്നുമല്ല, കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടൊന്നുമല്ല. 7 നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഒരു പാർട്ടി നിർത്തിയിട്ടില്ല. അവരെല്ലാം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ലീഗും കോൺഗ്രസും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ മുന്നണിയുടെ ഭാഗമായിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10,000-15,000 വോട്ട് ഇവർക്ക് UDFൻ്റെ പുറത്തുനിന്ന് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ അവിടെ 1,00,000 വോട്ട് ജയിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം UDFൻ്റെ കെയർ ഓഫിലാണെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല.
നിങ്ങൾ അങ്ങനെയാണ് ജയിച്ചത്. പക്ഷെ അതിന് ദൂരവ്യാപകമായ ഫലമുളവാക്കാൻ കഴിയും. രാഷ്ട്രീയത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച്, അത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് കോൺഗ്രസിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹിന്ദുത്വ മുദ്രാവാക്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം വേറൊരു ഭാഗത്ത്, തികച്ചും വർഗീയമായ ജമായത്ത് ഇസ്ലാമിനെയും SDP-യെയും ഉപയോഗിച്ചുകൊണ്ടുള്ള സമീപനം വേറൊരു ഭാഗത്തു. ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ കൈകാര്യം ചെയ്തത്. അങ്ങനെയാണ്. AK ആന്റണി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം. നിങ്ങൾക്ക് എവിടുന്നായി ഈ ഭൂരിപക്ഷം കിട്ടിയേ? നിങ്ങളുടെ ഭൂരിപക്ഷം മുമ്പത്തെ പോലെ തന്നെ 3-4 ഉള്ളൂ. ഇപ്പോഴും അതെ. അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടെങ്കിൽ 3-4 4,500 വോട്ട് നിങ്ങൾ BJP-ന്ന് വാങ്ങിയിട്ടുണ്ട്. BJP-ൻ്റെ വോട്ടറിന് എവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. 4,500 വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ അർത്ഥം, തൊന്നുവാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത്. വാങ്ങിയിട്ടുണ്ട് 4,500. ഒരു ഭാഗത്ത് BJP-യുടെ ഈ വോട്ട്, മറുഭാഗത്ത് SDP-ഐ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ 10,000 വോട്ട് നൽകിയിട്ടുണ്ട്. പാലക്കാട് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ ആദ്യത്തെ വിഭാഗം SDP-യാണ്. വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിൽ നിന്ന് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ SDP-ഐ പ്രകടനം ആരംഭിച്ചു. ഞങ്ങൾ വർഗീയ പാർട്ടികളിൽ നിന്ന് വോട്ട് വാങ്ങുന്നില്ല എന്ന് സ്ഥാനാർത്ഥി പറഞ്ഞതിനെ പിന്നീട് തിരുത്തി. ശ്രീകണ്ഠൻ പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്ന്. നിങ്ങൾക്കിടയിൽ തന്നെ തർക്കം. എത്ര വോട്ട്? 10,000-ലധികം വോട്ട്. ജമായത്ത് ഇസ്ലാമിൻ്റെ വോട്ട് കുറേയുണ്ട്. 1-2 ആയിരം മതി. വളരെ സ്വാധീനം കുറവാണ് അവിടെ. ഈ 10,000 SDP-യുടെയും ഒരു 2-3 ആയിരം വോട്ട് കൃത്യമായിട്ട് ജമായത്ത് ഇസ്ലാമിൻ്റെയും 4,500 വോട്ട് BJP-യിൽ നിന്ന് വാങ്ങിയതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ആന്റണി പറയുന്ന ഏത് ഭൂരിപക്ഷത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ ഭൂരിപക്ഷം തന്നെ. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. സരിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരവേല നിങ്ങൾ നടത്തി. ഞാൻ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ സരിനെ ഇരുത്തിയിട്ട് തന്നെ പറഞ്ഞു, സരിൻ കഴിഞ്ഞ് 8 വർഷക്കാലം കോൺഗ്രസിൻ്റെ വക്താവാണ്. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുത്തി ഇടതുപക്ഷവുമായി സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനം വന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായിട്ടൊരു ഇടതുപക്ഷക്കാരനായി എന്ന് പറയാൻ സാധിക്കില്ല. ഇടതുപക്ഷക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇടതുപക്ഷമാവാൻ പറ്റില്ല. ഇടതുപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതായി തോറ്റതിന് ശേഷം ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് വന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനവുമായി CPM-വുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. CPM-ലേക്ക് വളരെ വേഗം തന്നെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റി എടുക്കാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വരുന്നതിന് മുമ്പ് അനുഭാവി ഗ്രൂപ്പിൽ വരണം, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കിട്ടും, പിന്നെ പൂർണ്ണ മെമ്പർഷിപ്പ് കിട്ടും. 3 കൊല്ലം പിടിക്കും മിനിമം. അങ്ങനെ പാർട്ടിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ. വർഗഭോജന പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സേവന മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും യോജിപ്പിക്കാം, സഹകരിച്ച് പ്രവർത്തിപ്പിക്കാം. ഞാനത് സരിനോട് പറഞ്ഞു. പാർട്ടി തുറന്ന മനസ്സോടുകൂടി നിങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വിവിധ മേഖലയിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് യോജിച്ച് മുമ്പോട്ടേക്ക് പോകാം. അത് സമ്മതിച്ചു. പാർട്ടിയിലേക്ക് നിരവധിയായ ആളുകൾ ഇതുപോലെ വന്നു ചേരുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും വന്നു ചേർന്നിട്ടുണ്ട്, ഇനിയും വന്നു ചേരും. വളരെ വമ്പിച്ച മുന്നേറ്റമാണ് ചേലക്കരയിൽ നമുക്ക് സൃഷ്ടിക്കാനായത്. ഇപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ല. രാധാകൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം 5,000 വോട്ട് കിട്ടിയത്. ആ കാര്യം മിണ്ടുന്നില്ല. ഓരോ പാറ്റേണാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ചേലക്കര സ്ഥാനാർത്ഥി. ചേലക്കര ഉൾക്കൊള്ളുന്ന ആലത്തൂരിൻ്റെ സ്ഥാനാർത്ഥി. മാസങ്ങൾക്ക് മുമ്പാണല്ലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ സ്ഥാനത്ത് ഇപ്രാവശ്യം 12,300 വോട്ട് ഭൂരിപക്ഷം കിട്ടി പ്രദീപിന്. അപ്പോൾ അതത്ര നന്നായില്ല എന്നാണ്. ഇവൻ SDP-യുടെയും ജമായത്ത് ഇസ്ലാമിൻ്റെയും BJP-യുടെയും വോട്ട് വാങ്ങിയിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ട് അതാണ് വലിയ ഭൂരിപക്ഷം എന്നാണ്. അതിന് ഈ മാധ്യമങ്ങൾ ഞാൻ എത്ര പ്രാവശ്യം പ്രസംഗിച്ചു ഇതുവരെ കൊടുത്തില്ല. ഇത് എന്നാൽ കൊടുക്കുന്ന ആളാ ഞാൻ ഈ പറഞ്ഞ പ്രസംഗം നമുക്ക് നോക്കാം. നിങ്ങൾ കാണുമല്ലോ. കൊടുക്കില്ല. കാരണം അത് UDF-നെതിരാണ്. AK ആന്റണി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എതിരാണ്. 4,500 വോട്ട് BJP-യിൽ നിന്ന് വാങ്ങി. അങ്ങനെ ഞാൻ ഉറപ്പായിട്ട് പറയാം, വെറുതെ പറയുന്നൊന്നുമല്ല. 10,000-ലധികം വോട്ട് അവർ തന്നെ പറഞ്ഞതിനനുസരിച്ച് പത്രസമ്മേളനം വിളിച്ചിട്ട് SDP-ക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ 10,000-ലധികം വോട്ട് കൊടുത്തു. ജമാഅത്തെ ഇസ്ലാമിയും ഇതേപോലെ തന്നെ വോട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതെല്ലാം കൂടി ചേർന്നതാണ് നിങ്ങളുടെ ഭൂരിപക്ഷം, അല്ലാണ്ട് UDFന്റെ ഭൂരിപക്ഷമൊന്നുമല്ല. ഇപ്പം എല്ലാവരും പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശേഷി വന്നിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ അതാണ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണത്രേ ഈ കേരളത്തിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് വികാരം ഉണ്ടാവേണ്ടത്? ഈ കേരളത്തിൽ, ഈ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ പാർട്ടികൾ. എന്തേ ഉത്തരേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് BJP ഭരിക്കുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ലോകം ശ്രദ്ധിക്കുന്ന ഒരു കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്? വെറുതെ വന്നതാണോ? നിങ്ങളുടെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരുത്തിയതാണോ? ഈ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള പൊതുവായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ കേരളം പോലെ ആവണം എന്നാണ്. UP ഒന്നുമില്ലെങ്കിൽ കേരളം പോലെ ആവണം എന്ന് പറഞ്ഞാൽ സോഷ്യലിസമൊന്നുമല്ല, മുതലാളിത്ത സമൂഹം തന്നെയാണ്. ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ ഭരണകൂടമല്ല. ഈ ഭരണകൂടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല ധാരണ നമുക്ക് വേണം. എല്ലാ കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൂർത്തിയാക്കുമെന്നുള്ള തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവണ്ട. എന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട. ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും, ചെയ്തിട്ടുണ്ടല്ലോ. 1957 സഖാ VMSന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 5-ാമത്തെ ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസമാണ് ഒരു ഓർഡിനൻസ് ഉണ്ടാക്കിയത്. ആ ഓർഡിനൻസ് എന്താ അറിയോ? ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലും ഇതുവരെയെന്തും ഇപ്പോഴുവരെ ഒരു കോൺഗ്രസിൻ്റെയും BJPയുടെയും ഗവൺമെൻറ് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത ഒരു ഓർഡിനൻസാണ് 1957 ഏപ്രിൽ മാസം 11-ാം തീയതി ഗവർണർ ഒപ്പിട്ട് ഇറക്കിയ ഓർഡിനൻസ്. അതെന്താ? അതാണ് ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് അസ്ഥിവാരം പെടുത്തത്. അതിലാണ് പറഞ്ഞത് ആദ്യമായിട്ട് ഈ കേരളത്തിലെ ജന്മിമാർ, ഭൂപ്രമാണിമാർ, അവിടെ കുടികിടപ്പുകാർ, കൈവശ കൃഷിക്കാർ, കുടിയാന്മാർ, അവരെ ഇനി ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കരുത് എന്ന ഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. ഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസോടുകൂടി നമ്മൾ പറയുന്ന ഒരു കാര്യം, അവർക്ക് തൻ്റെ ഇടം, തനിക്കിടം കിട്ടുമ്പോഴാണ് തൻ്റെ ഇടം. തനിക്കിടമില്ലെങ്കിൽ പിന്നെ തൻ്റെ ഇടമില്ല. മലയാളി തൻ്റെ ഇടിയായത് അപ്പോഴാണ്. കർണാടകക്കാരനും തമിഴ്നാടുകാരനും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അത് 57 സഖാ VMSന്റെ ഗവൺമെൻറ്റോട് കൂടിയാണ്. നിൽക്കാൻ ഒരിടം, വെച്ച് കാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലും തോലും വെച്ചുകെട്ടലും കൂലിയാനും ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾ, ജന്മിവർഗം ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള കടന്നാക്രമങ്ങൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഉൾപ്പെടെ കാണുമ്പോഴാണ് മനസ്സിലാവുക ജനങ്ങൾക്ക്. ഈ അക്രമ പിരിവുകൾക്ക് നേതൃത്വം കൊടുത്ത ജന്മി, ഭൂപ്രമാണി, അടിമകളെപ്പോലെ ജീവിച്ച പാവപ്പെട്ട കുടികിടപ്പുകാരൻ, അവൻ്റെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച ആദ്യത്തെ ഓർഡിനൻസ്. അതാണ് EMSന്റെ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പരിപാടി. 6-ാമത്തെ ദിവസം കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം. വിദ്യാഭ്യാസ മേഖല എല്ലാവരോടും പറഞ്ഞു സ്കൂളിലേക്ക് പോകാൻ. സ്കൂളിൽ ചേരേണ്ടുന്ന മുഴുവൻ കുട്ടികളെയും പൂർണ്ണമായ അർത്ഥത്തിൽ സ്കൂളിലേക്ക് ചേർത്തു. പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു, നിന്റെ കുട്ടികൾ ഇനി പട്ടിണി കിടക്കേണ്ടതില്ല, ഉച്ചക്ക് കഞ്ഞി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു നാഴികക്കല്ലാണ് ഉച്ചക്ക് കഞ്ഞി. പട്ടിണി കിടക്കുന്ന കുട്ടികളെല്ലാം സ്കൂളിലേക്ക്. ആ തലമുറയിൽ നിന്നാണ് പുതിയ തലമുറയിലേക്ക് 2 തലമുറയായി. അന്ന് പഠിച്ച രക്ഷിതാക്കളുള്ള ആ തലമുറ, അവരുടെ മക്കളുമായി. ഇപ്പോഴിന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കേരളത്തിലെ ഈ 3-ാം തലമുറ അഭ്യസ്തവിദ്യരായ യുവാക്കളാണ്, ഒരാളൊഴിയാതെ. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിലുണ്ടോ ഇങ്ങനെ? പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കക്കാരനും ഓട്ടോറിക്ഷക്കാരനും ചുമട്ടുതൊഴിലാളിയും ചെത്തുതൊഴിലാളിയും കശുവണ്ടി തൊഴിലാളി ഉൾപ്പെടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ കുടുംബങ്ങളിലെയും പുതിയ തലമുറ അഭ്യസ്തവിദ്യരായ യുവാക്കളാണ്. ഇന്ത്യയിൽ വേറെ എവിടെ ഇതില്ല. എല്ലാ സ്ഥലത്തും അഭ്യസ്തവിദ്യരായ യുവാക്കളുണ്ട്. അവരെല്ലാം പ്രമാണിമാരുടെ മക്കളാണ്. അവരെല്ലാം ഭൂപ്രമാണിമാരുടെ മക്കളാണ്. വലിയ ഉദ്യോഗസ്ഥ പ്രഭുക്കളുടെ മക്കൾ. ഇവിടെ ഏത് പട്ടികജാതിക്കാരൻ്റെയും വീട്ടിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അഭ്യസ്തവിദ്യരായ യുവാക്കളുണ്ട്. വാരി എടുക്കാൻ സാധിക്കുന്ന അത്ര അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുള്ള നാടാണ് കേരളം ലോകത്ത് തന്നെ. സോഷ്യൽ രാജ്യങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മുതലാളിത്ത സമൂഹത്തിൽ ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൊരു പുതിയ സമൂഹം, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു നാട് ഇന്ത്യയിൽ എവിടെ, ഏത് സംസ്ഥാന?
ഒരു സംസ്ഥാനവും ഇല്ല. വിദ്യാഭ്യാസ മേഖലയുടെ ഇടതുപക്ഷ സ്വാധീനത്തിൻ്റെ ഭാഗമായ നിലപാടിൻ്റെ ഒരു ഉൽപ്പന്ന ഇത്. ആരോഗ്യദൈർഘ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിൽ താരതമ്യമേ ഇല്ല. വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ആയുസ് ദൈർഘ്യമാണ് കേരളത്തിൽ ഏതാണ്ട് ഒരു 80-85 വയസ്സ്. കേരളത്തിൽ ജീവിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് BJP-കാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു 10 കൊല്ലത്തെ ആയുസിൻ്റെ ബോണസ് ഉണ്ട്. ഇവിടെ കൊടുക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ. ഒന്നുകൂടി ഞാൻ പറയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ മനുഷ്യൻ്റെ ആയുസ് നിങ്ങളുമായി 10 കൊല്ലത്തെ ബോണസാണ് ഈ കേരളത്തിലുള്ളത്. വെറുതെ ഉണ്ടായതല്ല. പട്ടിണി അവസാനിപ്പിക്കാൻ കഴിഞ്ഞ നാടാണ് ഈ കേരളം. അതും വെറുതെ അവസാനിച്ചതല്ല. രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ചോദിച്ചു, എന്താ ഗവൺമെൻറ് കേരളത്തിലെ അതിദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ? അപ്പോൾ പറഞ്ഞു 7% പട്ടിണിക്കാരുണ്ട്. 7%. ആ പട്ടിണിക്കാരെ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തെ അജണ്ട അതായിരുന്നു. രണ്ടാമത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ തീരുമാനം അതിദരിദ്രരെ കണ്ടെത്തണം. അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ നടത്തി. ഞാൻ ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തി, ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് അതിദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം 64,006. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോഴവസാനത്തെ കണക്ക് വന്നു. ഇപ്പോൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ കേരളത്തിൽ എത്ര? 0.5%. 0 ആട്ടോ, 0.7 ഞാൻ നേരത്തെ പറഞ്ഞത്. 0.5%. ഒന്നില്ല. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാരനും BJP-കാരനും ഭരിക്കുന്നതുമായ സംസ്ഥാനങ്ങളിലെ 32, 35, 40 അതിദാരിദ്ര്യം, പട്ടിണി എന്ന് പറഞ്ഞാൽ 100-ൽ 35 പട്ടിണി കിടക്കുക. ഇവിടെ 100-ൽ ഒരാളില്ല, അര. അപ്പോൾ അരിയുണ്ടാവില്ലോ, അതുകൊണ്ട് 200-ൽ ഒരാൾ. ഇത് വെറുതെ വന്നതല്ല. 1967 VMS-ന്റെ ഗവൺമെൻറ് വീണ്ടും വന്നു. 67 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 1969 ഒക്ടോബർ 14 അന്നൊരു നിയമം പാസ്സാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഗൗരിയമ്മയാണ് ആ ബില്ല് പൈലറ്റ് ചെയ്തത്. അതിൻ്റെ പേര് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. ആ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തെ തുടർന്ന് പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും നമ്മുടെ നിലപാടിനോട് യോജിക്കുന്ന ഗവൺമെൻറ് അല്ല. കരുണാകരൻ ഉൾപ്പെടെയുള്ളവരാണ്. കേരളം വേണമെങ്കിൽ വേറി മാറ്റി പറയാം, ഞാനതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. ആ ഗവൺമെൻറ് ആ നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത ഗവൺമെൻറ്റാണ് വർഗ നിലപാടിനനുസരിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിയമം പാസ്സാക്കി പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് പോയി. നമ്മുടെ ഗവൺമെൻറ് പോയി, മറ്റേ ഗവൺമെൻറ് വന്നു. 1969 ഡിസംബർ 14, ഒക്ടോബർ 14 നിയമം. ഡിസംബർ 14 ആലപ്പുഴ അറവുകാട് മൈതാനം, ഒരു ക്ഷേത്ര മൈതാനമാണ്, വലിയ, ഇപ്പോഴും ഉണ്ടത്. 5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തൊരു വലിയ മഹാസമ്മേളനം. കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ ഒരു വർഗം അല്ലെങ്കിൽ 2 വർഗം ഈ ഭൂമുഖത്തില്ലാതാവുന്ന ഒരു നിയമനിർമ്മാണമാണ്. ഏതാ ആ വർഗം? ഇന്ത്യയിൽ ഇപ്പോഴും ആ വർഗമുണ്ട്, പക്ഷേ കേരളത്തിലില്ല. കേരളത്തിലില്ലാതായി പോയ ആ വർഗം ഏതാ പറഞ്ഞോ? പിന്നെ വെറുതെ എങ്ങനെ കേട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഏത് വർഗമാണ് ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ മറ്റെല്ലാ സ്ഥലത്തും ഉള്ളപ്പോൾ അന്നേ 1969 ആ നിയമം പാസ്സാക്കുന്നതോടും ഇല്ലാതായി പോയത് എവിടെയാ? കേരളത്തിലാണ്. ഏതാ ആ വർഗം? എമ്മി ആണെങ്കിൽ ആ വർഗം ഒറ്റക്ക് നിൽക്കില്ല. വർഗം എന്ന് പറഞ്ഞാൽ വർഗങ്ങളാണ്, ദ്വന്ദ്വമാണ്. കുടിയാൻ അല്ലെങ്കിൽ കുടികിടപ്പുകാരൻ, 2 വർഗമില്ല ഇപ്പോൾ. എമ്മിയും ഇല്ല, കുടിയാനും ഇല്ല. ഉണ്ടോ? എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കുടിയാന? ഉണ്ടോ എവിടെയെങ്കിലും ജമ്മിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജന്മിത്വം അവസാനിപ്പിച്ചു. അടിസ്ഥാനപരമായ നിലപാടുകൾ പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സാധ്യത ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട് എന്ന് തെളിയിച്ചതാണത്. വെറും സഹായം കൊടുക്കൽ മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് 36 ലക്ഷം കുടുംബങ്ങളാണ് സ്വന്തമായി 1969 ഡിസംബർ മാസം 14 ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സമരപ്രഖ്യാപനം നടത്തിയ സഖാവ് AKG പറഞ്ഞു, 1970 ജനുവരി മാസം 1 നിങ്ങൾ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ
ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഈ നിയമം ഞങ്ങൾ നടപ്പിലായതായി പ്രഖ്യാപിക്കുന്നു. ലോക ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്. കേരളം വെറുതെ ഇങ്ങോട്ട് വന്നതല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും 1970 ജനുവരി മാസം 1-ാം തീയതി ഈ നിയമം നടപ്പിലായതായി ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു. പാർലമെന്റേതര മാർഗം, പാർലമെന്ററി മാർഗമനുസരിച്ച് നിയമനിർമ്മാണം നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ പാർലമെന്റേതര മാർഗമനുസരിച്ചുള്ള ജനകീയ മുന്നേറ്റം. 1970 ജനുവരി മാസം 1 പുലരുമ്പോൾ ഈ കേരളക്കരയിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ, കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ, കർഷക പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എല്ലാം രംഗത്തിറങ്ങി. കുടിയടപ്പ് വളച്ചുകെട്ടി കുടിയാൻ്റെ ഭൂമിയിലേക്ക് പൂർണ്ണമായി അധികാരം സ്ഥാപിച്ചു. അങ്ങനെ അധികാരം സ്ഥാപിച്ചതിൻ്റെ ഭാഗമായി ഏതാണ്ട് 2 വർഷക്കാലം നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഞങ്ങളുടെ 18 സഖാക്കളാണ്, ഭാർഗവി ഉൾപ്പെടെ, സ്ത്രീ സഖാവ്, ആലപ്പുഴയിലെ സ്ത്രീ സഖാവ് ഉൾപ്പെടെ 18 സഖാക്കളാണ് സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കേണ്ടി വന്ന രക്തസാക്ഷികളായത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു തമാശക്കളി പോലെയല്ല, ജീവിതം വെച്ചുകൊണ്ടുള്ള കളിയായിരുന്നു. പിന്നെ തുടർന്ന് വന്ന മിച്ചഭൂമി സമരത്തിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന് അഭിമാനത്തോടെ പറയാം, കേരളത്തിൻ്റെ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരുത്തിക്കൊണ്ട് 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകാൻ കഴിഞ്ഞ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ കേരളത്തിൽ. വെറുതെയല്ല കേരളം ഉണ്ടായത്, യാദൃശ്ചികമായി സംഭവിച്ച എന്തെങ്കിലും കാര്യം കൊണ്ടല്ല. 36 ലക്ഷം കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആകെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ ഭൂരിപക്ഷത്തിന് സ്വന്തമായിട്ട് ഭൂമി. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ. ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റത്തിൻ്റെ ഭാഗമായി ജന്മിത്വം അവസാനിച്ചു. ആ നിയമനിർമ്മാണം നടക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി സഖാവ് CH കണാരൻ MLA കൂടിയായിരുന്നു. അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭരണഘടനയെ മറികടന്നുകൊണ്ട് ഈ നിയമം പാസ്സാക്കാൻ സാധിക്കണമെങ്കിൽ പ്രതിഫലം കൊടുത്തേ പറ്റൂ. അപ്പോഴൊരു പുതിയ പദം കണ്ടുപിടിച്ചു. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങളാണ്. ഒരു പുതിയ പദം, പ്രതിഫലം കൊടുക്കണ്ടേ, കൊടുത്തില്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് നിൽക്കില്ല, നിയമം നിൽക്കില്ല. ഇപ്പോൾ പ്രതിഫലം കൊടുക്കണം. എന്നാൽ ആ നിയമസഭയിൽ ഏറ്റവും പ്രധാനമായിട്ട് കർഷക സംഘത്തിൻ്റെ പ്രസ്ഥാനത്തിന് നേതാവ് കൂടിയാണ് സഖാവ് CH കണാരൻ. CH കണാരൻ പറഞ്ഞൊരു പദമാണ് അതിന് ഏറ്റവും അടിസ്ഥാനമായി നിന്നത്. അയാൾ വലിയ വക്കീലൊന്നും ആയിരുന്നില്ലല്ലോ. സഖാവ് CH കണാരൻ പറഞ്ഞു, നമുക്ക് പ്രതിഫലം കൊടുക്കാം. എന്നിട്ട് പറഞ്ഞു, ജന്മിമാർക്ക് നാമമാത്രമായ പ്രതിഫലം. എത്ര സുന്ദരമായ പദമാണ്, നാമമാത്രമായ പ്രതിഫലം. ആദ്യം കുടിയാനോട് കൊടുക്കാൻ പറഞ്ഞു, പിന്നീട് ഗവൺമെൻറ് തന്നെ അത് കൊടുത്തു. അങ്ങനെയാണ് ഭരണഘടനയെ മറികടന്ന് ആ നിയമം പാസ്സാക്കാൻ കഴിഞ്ഞത്. ഈ കേരളം അതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് വരികയില്ലേ. പിന്നെയാണ് 1980 സഖാവ് നായനാരുടെ ഗവൺമെൻറ്, കർഷക തൊഴിലാളി പെൻഷൻ. ഒരു വർഗം ഇല്ലാതായാൽ മറ്റൊരു വർഗത്തെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് നയിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ സാമ്പിൾ. അധ്വാനിക്കുന്ന ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് 45 രൂപ കൊടുത്തത്, 45. ഇന്നത് 1600 രൂപയാണ്. വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രത്യേക ഘട്ടത്തിലാണ് നമുക്കത് ചെയ്യാൻ സാധിക്കാത്തത്. വർദ്ധിപ്പിക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ആലോചന, പാർട്ടി ആലോചിച്ചത് തന്നെയാണ്. പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് മുഴുവൻ കടക്കാൻ ഉദ്ദേശിക്കുകയല്ല. ആധുനിക കേരളം രൂപപ്പെട്ടു വന്നു. ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെട്ടു. ലോകോത്തരമായ രീതിയിൽ പൊതു ആരോഗ്യ ശൃംഖല, പൊതുജനാരോഗ്യ പ്രസ്ഥാനം ലോകം തന്നെ വിസ്മയിക്കുന്ന രീതിയിൽ അമേരിക്ക ഉൾപ്പെടെ ഈ ഇന്ത്യയുടെ ഭാഗമായ കേരളത്തെ ഒരു രാജ്യമായിട്ടാണ് കണക്കാക്കിയത്. ഒരു രാജ്യം. കോവിഡ് പശ്ചാത്തലത്തിൽ ഈ കേരളത്തെ പറ്റി പ്രത്യേകമായിട്ട് പരാമർശം. നമ്മുടെ ഈ കേരളത്തിലെ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളെടുത്ത തീരുമാനം, അതിദാരിദ്ര്യമുള്ള എല്ലാവരെയും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. കഴിഞ്ഞ നവംബർ മാസം, ഈ നവംബറിൽ, അതിന് മുമ്പുള്ള നവംബറിൽ 64,006 കുടുംബത്തിൽ 30,000 കുടുംബത്തെ പൊതുദിശയിലേക്ക് കൊണ്ടുവന്നു. ബാക്കി 34,006. വരുന്ന വർഷം നവംബർ 1-ാം തീയതി കേരളപ്പിറവി 2025. 2025 നവംബർ 1-ാം തീയതി ആകുമ്പോഴേക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറാൻ പോവാണ്. ഇന്ത്യയിൽ ആദ്യം.
അതിദാരിദ്ര്യമില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം, പട്ടിണിയില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം അതാണ് കേരളം. തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ. 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ. PSC മുഖേന ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. റാങ്ക് ഹോൾഡേഴ്സിന് പരാതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ ആകെ കഴിഞ്ഞ 8 കൊല്ലക്കാലം കൊണ്ട് തൊഴിൽ നൽകിയതിൻ്റെ പകുതിയിലധികം ആളുകൾ ഈ കേരളത്തിലുള്ളവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലായുള്ളതിൻ്റെ. ഇപ്പോൾ നമ്മുടെ PSC ആണ് ഏറ്റവും നന്നായിട്ട് തൊഴിൽ കൊടുക്കുന്നത്. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പുതിയ തലമുറ, പണ്ടത്തെ ഇരുമ്പുരുക്ക് വ്യവസായമൊന്നും ഇനി കേരളത്തിൽ വരാൻ പോകുന്നില്ല. പാർട്ടി തന്നെ പറഞ്ഞു ഒരു വിജ്ഞാന സമൂഹം. വിജ്ഞാന സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, വിജ്ഞാനം ഉള്ളവരുടെ സമൂഹം. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പദം കൂടി ഉപയോഗിച്ചു. അതെന്താ? വിജ്ഞാന സമൂഹത്തിൻ്റെ ഒപ്പം ഒരു പദവും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ അത്? പറ. ആർക്കറിയാം? ആർക്കറിയോ? പറഞ്ഞോ, ആരെങ്കിലും പറ. വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. ആരാ പറഞ്ഞത്? കൈവന്തി ആരാ പറഞ്ഞിട്ടുണ്ടോ? അവിടെ കാണുന്നില്ല. അവിടെ കൈയടിച്ചു കൊടുക്കും. നിങ്ങളോട്ട് പറയുകയും ചെയ്യില്ല, ആളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല. പറഞ്ഞ വളരെ ശരിയാണ്. വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. ഇത് പറയാൻ എളുപ്പമുള്ളൊരു പദമാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. എക്കണോമിക്സ് പഠിച്ചവരുണ്ട് ഇവിടെ, ഒരുപാടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആരോടും കൈവന്തിക്കാൻ ഞാൻ പറയുന്നില്ല. എന്താണ് ഈ എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ്? ഉൽപാദന വിതരണ ഘടനയുടെ നിയമമാണ്. ആധുനികവും അതിന് മുമ്പുള്ളത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ പറ്റിയുള്ള പഠനമാണ്. അത് വെച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രമാണ്. ആദം സ്മിത്തും റിക്കാർഡ് ഉൾപ്പെടെയുള്ള അർത്ഥശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം മുതലാളിത്ത അർത്ഥശാസ്ത്രന്മാരാണെന്നാണ് അവർ പൊതുവെ പറയുക. അവരെല്ലാം പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്താണ്? അത് നിങ്ങൾക്ക് പറയാം. സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഭാഗം എന്താണ്? എന്തുണ്ടെങ്കിലേ മുതലാളിത്ത ഉൽപാദന വിതരണ ഘടന ശക്തിപ്പെടുകയുള്ളൂ. മൂലധനം. മൂലധനം എന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ പൂർണ്ണമാവില്ല. പണമൂലധനം. പണമൂലധനമാണ് അതിൻ്റെ ജീവവായുവായിട്ട് കാണുന്നത്. അത് പിന്നീട് മാർക്സ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് അധ്വാനിക്കുന്ന വർഗമാണ്. ഇവരെ തട്ടിപ്പറച്ചുണ്ടാക്കിയതാണ് മിച്ചമൂല്യ സിദ്ധാന്തം. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. മൂലധനം, പണമൂലധനം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി പറഞ്ഞത് വിജ്ഞാന സമൂഹമാണ്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുമാണ്. അപ്പോൾ ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ മർമ്മം എന്താണ്? വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ മർമ്മം നേരത്തെ പറയുന്നത് പോലെ, മുതലാളിത്ത അർത്ഥശാസ്ത്രന്മാർ പറയുന്നത് പോലെ പണമാണോ, പണമൂലധനമാണോ, അല്ല വേറെ എന്താണ്? ആണോ? പണമൂലധനമല്ല. അതിനു പകരം ഒരു പുതിയ മൂലധനമാണ്. ആ മൂലധനം ഏതാ? ഞാനിത് പറഞ്ഞാൽ തന്നെ മറുപടി പറയാൻ പറ്റുന്നതാണ്. പറ. ആ മൂലധനം ഏതാണെന്ന്? വിജ്ഞാന സമൂഹത്തിലെ മൂലധനം എന്താണ്? എന്തായിരിക്കും? അറിവ്, വിജ്ഞാനം. അപ്പോൾ വിജ്ഞാനം, അറിവ്, നോളജ്, അത് മൂലധനമാക്കിക്കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം മാറണം, നാട് മാറണം. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രകടന പത്രിക. കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അവഗണിക്കുന്നു. നമുക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള ഒരു ഉപരോധം തന്നെ തീർത്തിരിക്കുന്നു. മുണ്ടക്കൈ അതുപോലുള്ള ചൂരൽമല ദുരന്തത്തിന് പാവപ്പെട്ട മനുഷ്യരടയായി അതിന് വിധേയമായി നമ്മളാകെ അതിന് പിന്നിൽ അണിനിരുന്നു. ജനങ്ങളാകെ. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്നു, സന്ദർശിച്ചു. അവരെല്ലാം, ആശുപത്രിയിലുള്ളവരെ ഉൾപ്പെടെയെല്ലാം, കുട്ടികൾ ഉൾപ്പെടെ ലാളിച്ച് തിരിച്ചുപോയി. നമുക്ക് പണം തരുമെന്ന് വിചാരിച്ചു. ഇന്നേ വരെ 4 മാസമായി ഒറ്റ പൈസ തന്നിട്ടില്ല. ഒരു പൈസയും തന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള രാഷ്ട്രീയ നിലപാടാണ്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊരു ഗവൺമെൻറ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് തരേണ്ട പണം തരുന്നില്ല. നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഫണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് തരാൻ കൂട്ടാക്കുന്നില്ല. ഫിനാൻസ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് തരേണ്ടിയിരുന്ന യഥാർത്ഥ വിഹിതം നമുക്ക് തരുന്നില്ല. റവന്യൂ കമ്മി നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് തരേണ്ടുന്ന പണം അവർ തരുന്നില്ല. അതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ചിത്രം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ കാലവും ഗവൺമെൻറ് പണം തന്നില്ല എന്ന് പറഞ്ഞു പോകാൻ നമുക്കാവോ?
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സ്വന്തം കാലിൽ നിൽക്കാനാവണം. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ തരാൻ തീരുമാനിച്ച ഏതാണ്ട് 870ഓളം കോടി ഉറുപ്പിക ഇപ്പോഴും തരില്ല, കടം തരാമെന്നാണ് പറയുന്നത്. ഒരു വ്യവസായ ശൃംഖലയുടെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ സംഭാവന എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിക്കാൻ വേണ്ടി തരേണ്ടുന്ന പണത്തിന് പകരം അത് തരില്ല എന്നാണ്. ഇനി അഥവാ തന്നാൽ അതിൻ്റെ ലാഭവീതം അങ്ങോട്ട് കൊടുക്കണം മാസാമാസം എന്നാണ്. ചെറിയ പണം തരിക, 10,000 കോടി ഉറുപ്പിക തിരിച്ചു കൊണ്ടുപോവുക, ഇതാ പരിപാടി. അപ്പോൾ കേരളം ഒരു സംശയമില്ലാത്ത രീതിയിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, ഇവരെ ആകെ ഷീട്ടിൽ നിൽക്കാൻ നമുക്കാവില്ല. നമ്മുടെ വിജ്ഞാനത്തെ, നമ്മുടെ നോളജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സമ്പത്ത് വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക തന്നെ വേണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള വ്യവസായ ശൃംഖലകൾ വിജ്ഞാനാധിഷ്ഠിതമായി. 2, വിജ്ഞാനാധിഷ്ഠിതമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സംരംഭക പ്രവർത്തനം. നമ്മൾ രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ ആദ്യ കൊല്ലം തീരുമാനിച്ചു നമുക്ക് 1 ലക്ഷം സംരംഭകരെ രജിസ്റ്റർ ചെയ്യാനാവണം. അന്ന് പലരും ചോദിച്ചു 1 ലക്ഷമോ? അത് കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തിലധികമായി. രണ്ടാമത്തെ കൊല്ലം പറയുമ്പോൾ 2,40,000 100 കോടി ഉറുപ്പിക വരെ. ഏതാണ്ട് 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇപ്പോഴും സാധിച്ചു. 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇപ്പോഴും സാധിച്ചു. സംഘടിതമായ മറ്റ് മേഖലയിലും തൊഴിൽ കൊടുത്തു. ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആൾക്ക് ഇപ്പോഴും തൊഴിൽ കൊടുത്തു കഴിഞ്ഞു. KDESC, അതേപോലെ തന്നെ നോളജ് എക്കണോമി മിഷൻ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, 2026 മെയ് മാസമാകുമ്പോഴേക്ക് കേരളത്തിലെ സംരംഭക പ്രവർത്തനത്തിൻ്റെയും തൊഴിൽ ലഭിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് ഈ കേരളത്തിൽ തൊഴിൽ കിട്ടും എന്നുള്ളതിന് ഗ്യാരണ്ടിയോടുകൂടി ഈ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കും. അതൊരു ചരിത്രമാണ്. തൊഴിലില്ലായ്മ ഒരു പരിധിവരെ പരിഹരിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ അർത്ഥം. ഇന്നലെ വരെ തൊഴിലില്ലാതിരുന്ന 20 ലക്ഷം ആളുകൾക്ക് അവൻ്റെ വീട്ടിലേക്ക് ഒരു 20,000, 30,000, 40,000, 50,000 ഉറുപ്പിക കിട്ടുമ്പോൾ ആളോഹരി വരുമാനം ഇന്ത്യയിലെ റിക്കാർഡിലേക്ക് കേരളം മാറും. സമ്പത്ത് വ്യവസ്ഥ വേറൊരു രീതിയിലേക്ക് വളരും. ഇന്ത്യയുടെ മറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം, എല്ലാവർക്കും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത. ആ സാധ്യതയോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആളോഹരി വരുമാനം കൂട്ടാൻ സാധിക്കുന്ന സ്ഥിതി, ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകൾക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്ന കമ്പോളം, ഒരു പ്രസരിപ്പുള്ള കേരളമായിട്ട് ഈ കേരളത്തെ രൂപപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഇടതുപക്ഷ ഇടപെടലിലൂടെ ഒരു പുതിയ കേരളത്തെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. ഞാനതിൻ്റെ മറ്റ് വിശീലനത്തിലേക്കൊന്നും കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു 10-20 കൊല്ലം, സഖാവ് പിണറായി അതാ പറഞ്ഞത്, ഒരു 10-20 കൊല്ലം ഇനി ഇന്ത്യയിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പ്രക്രിയ പൂർത്തീകരിച്ചിട്ട് 400 കൊല്ലായി. 400 വർഷം. കേരളത്തിലേത് 57 കൂട്ടിയാൽ മതി. 57, 1957. ഇതിപ്പോഴും 2024 ഇത്രയായിട്ടുള്ളൂ. ഇനി ഒരു 20 കൊല്ലം കൂടി. ഈ 20 കൊല്ലം കൂടി ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോയാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. വ്യാവസായിക കോറിഡോർ നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. കോഴിക്കോട് മുതൽ മംഗലാപുരം വരെ, കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ 1300 ഏക്കർ ഭൂമിയാണ് പാലക്കാട് മാത്രം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു 25 കൊല്ലം 50 കൊല്ലം അപ്പുറം കാണുന്ന കേരളയിൽ ഈ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം, ഈ നാട് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനുകൾ, 15,000 സ്റ്റാർട്ടപ്പുകളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. 15,000. ലോക മാർക്കറ്റിൽ വലിയ മാർക്കറ്റാണ് നമുക്ക്. ആ സ്റ്റാർട്ടപ്പ് മിഷൻ സജീവമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. KDESC സജീവമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. എക്കണോമി മിഷൻ അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ കൊടുക്കാനുള്ള സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് 3000-ഓളം വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് 10 ലക്ഷം ആളുകളെ ഇപ്പോഴും തന്നെ ആവശ്യമുണ്ട്. 10 ലക്ഷം ഡിമാൻഡുണ്ട്. അവർ MA വേണ്ട, MSc വേണ്ട, BA BCom വേണ്ട. അവർക്ക് വേണ്ടത് 1 മാസം, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 6 മാസം, പരമാവധി 1 കൊല്ലം തൊഴിൽ നൈപുണ്യം നേടിയവരെ വേണം. അസാപ്പ് ഉൾപ്പെടെ, അതുപോലെ തന്നെ IT ഉൾപ്പെടെ, പോളിടെക്നിക്ക്, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്ന് പരിശീലനം കൊടുക്കണം. 29 ലക്ഷം ആളുകൾ കേരളത്തിലുണ്ട്. അഭ്യസ്തവിദ്യരായ 40 വയസ്സിൻ്റെ താഴെയുള്ളവർ 29 ലക്ഷം. അത് കുറച്ചും കൂടി കൂടും. ആ 29 ലക്ഷത്തെയും പരിശീലിപ്പിക്കണം. അവരെ കൃത്യമായിട്ട് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ഈ തൊഴിൽ പരിശീലനം കൂടി കിട്ടിയാൽ
ഇപ്പോഴും മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡുള്ള 10 ലക്ഷത്തിനും ജോലി കൊടുക്കാൻ പറ്റും. 10 ലക്ഷത്തിന് ജോലി കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ 2 ആഴ്ച, അല്ലെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ ഒരു 3 മാസം അവർക്ക് പരിശീലനം കൊടുത്താൽ മതി. അപ്പോൾ തൊഴിൽ കിട്ടും എന്നുറപ്പുണ്ടെങ്കിൽ പരിശീലനത്തിന് ചെറുപ്പക്കാരികളും വരും. ഒരു പുതിയ തലത്തിലേക്ക് കേരളം മാറണം. പരമ്പരാഗത രീതി വെച്ച് നമുക്കിനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഞാനൊക്കെ DYFIയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിച്ചത് തൊഴിലില്ലായ്മ മുതലാളിത്ത ഉൽപ്പന്നമാണെന്നാണ്. എപ്പോഴാണോ മുതലാളിത്തം അവസാനിക്കുക അപ്പോഴേ തൊഴിലില്ലായ്മ അവസാനിക്കുള്ളൂ എന്നാണ്. അല്ല, കേരളം പോലെ പരിവർത്തനപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് വരുന്ന ഒരു ഗവൺമെന്റിന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നുമില്ലെങ്കിൽ കേരളമാവട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നത്തിനെ നല്ലപോലെ അഡ്രസ്സ് ചെയ്യാം. നമുക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താം. ഒരു 10-20 കൊല്ലം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അവസ്ഥ കണ്ട് എൻ്റെ തല ലജ്ജിച്ച് താഴ്ന്നു പോയി. ഒരാളും താഴ്ത്തണ്ട. ഈ കഴിവ് കേരളത്തിൻ്റെ മാത്രം കഴിവാണ്. ഇത്രയധികം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഏതാണ് എന്നതിന് കാലിഫോർണിയ എന്നല്ല ഉത്തരം. ബൈജിംഗ് ഒന്നുമല്ല, ഇന്ത്യയിലെ ഡൽഹിയല്ല, ഇന്ത്യയിലെ UPയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പട്ടണമല്ല, അത് ഈ കേരളമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് കേരളം. അത് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3-ാം തലമുറ, 57 തുടങ്ങിയ 3-ാം തലമുറയിലെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുള്ള നാട് നമ്മുടെ നാടാണ്. അവരെല്ലാം വിജ്ഞാന സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് മാറ്റാനായാൽ തൊഴിലില്ലായ്മ പ്രശ്നം മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കാൻ നമുക്കാവും കേരളത്തിൽ. അതിനുവേണ്ടി വരുന്ന സമയമാണ് സഖാവ് പിണറായി പറഞ്ഞത്, ഈ പറഞ്ഞ 20 വർഷം. ഞാൻ പറഞ്ഞില്ലേ, 400 വർഷക്കാലം കൊണ്ട് വികസിത രാജ്യങ്ങൾ നേടിയ, അവിടെയുള്ള ജനങ്ങൾക്ക് നേടാനായ ജീവിത നിലവാരമുണ്ടല്ലോ, ആ നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷം കൂടി പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മളെടുക്കുന്ന ഈ നിലപാട് നടപ്പിലാക്കി പോയാൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന പുതിയ ചിത്രം ഈ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും. അതാണ് പുതിയ കേരളം, നവകേരളം. അതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ കേരളം തന്നെ സൃഷ്ടിക്കുക, സർവതല സ്പർശിയായ മേഖലയിൽ അതിനെ അഴിച്ചു പണിയുക. മുതലാളിത്ത ഉൽപാദന വിതരണ ഘടന തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതിന് ഈ കേരളത്തിൻ്റെതായ പരിപൂർണമായ ഒരു പുതിയ സ്റ്റൈലുണ്ട്, ഒരു ടച്ചുണ്ട്, കേരള ടച്ച്. അത് ഇടതുപക്ഷത്തിൻ്റെതാണ്. ഈ രീതിയിൽ കേരളത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. വെറുതെ യാദൃശ്ചികമായി നടന്നുപോയതല്ല ഇതൊന്നും. ഇനി നമുക്ക് ഈ ദിശാബോധത്തോടുകൂടി ഇനിയും മുന്നോട്ടേക്ക് പോകണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്രാവശ്യമല്ല, അതിന് മുമ്പ് 2019 എന്തൊക്കെയായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? എന്തൊക്കെ അപവാദ പ്രചരണങ്ങളാണ് ഈ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്തിയത്? എത്രയെത്ര കെട്ടുകഥകളാണ് ഉണ്ടാക്കിയത്, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ. ഇലക്ഷന് നമ്മൾ തോറ്റു. നമ്മൾ നോക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പരിമിതി എന്താണെന്നുള്ളത് അന്ന് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ ഭയപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ഉള്ളിലുള്ള സ്പിരിറ്റ്. അതാ കാര്യം. കാരണം നമുക്കവിടെ ഗവൺമെൻറ് രൂപീകരിക്കാനൊന്നും സാധിക്കുന്നില്ല. നമുക്ക് 55 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇപ്രാവശ്യം. അപ്പോൾ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനല്ലേ പിന്നെയും സാധിക്കുക എന്നൊരു മനസ്സ് കേരളത്തിലുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതി. അത് വെച്ചിട്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോടുകൂടി ജമാഅത്തെ ഇസ്ലാമും SDPഐയും ലീഗും കോൺഗ്രസും എല്ലാം ചേർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെടുത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴവിൽ സഖ്യം, അതിതിൻ്റെ ഭാഗമാണ്. എന്നാൽ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രം അങ്ങോട്ട് മാറും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണക്ക് കൃത്യമായി കൂട്ടിയത്, ഞങ്ങളെല്ലാം കണക്ക് കൂട്ടിയതാണ്. 123 മണ്ഡലമായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത്. 19 123 മണ്ഡലത്തിൽ UDFനായിരുന്നു ഭൂരിപക്ഷം. അവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 75% ഞങ്ങൾ ജയിച്ചത്. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ്. എവിടെ നിന്ന് 123? ഇപ്പോൾ സതീശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാൻ പോവുകയാണെന്ന്. മുഖ്യമന്ത്രി കുപ്പായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊരാശ്വാസമുണ്ട്, കുപ്പായിട്ട് ഇരിക്കുന്ന ഒരാളൊന്നുമല്ല,
എത്രയാളുണ്ട്? മുഖ്യമന്ത്രി കുപ്പായം ഇട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ ഒരു 5-6 എണ്ണം ഉണ്ട്. ഇതിനിടെ ശശി തരൂർ പറഞ്ഞു, ഞാൻ ആ കുപ്പായം ഇടണമെന്ന് ആലോചിച്ചാണ്, ഇട്ടിട്ടില്ല, കാര്യമില്ലാന്ന് തോന്നുന്നു. ആരാ പറയുന്നത്? ശശി തരൂർ. ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ. ആ കുപ്പായം തന്നെയാണ്. അത് ഒരിക്കലും വിടൂല എന്ന് പറയുന്ന ആളാണ് സുധാകരൻ. അങ്ങനെ നിങ്ങൾ രണ്ടാളും അത് ഇടണ്ടെന്ന് പറയുന്ന ആളാണ് കെ സി വേണുഗോപാലൻ, ഒപ്പം മുരളീധരൻ. പിന്നെ പണ്ടേ ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോഴെന്നെ തഴഞ്ഞതാണ് എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. എത്രയാളായി? മുഖ്യമന്ത്രി ശശി തരൂരിനെ വിട്ടെ, ബാക്കി എത്രയായി? ഒരു 5 ആളെങ്കിൽ ഇപ്പോഴും തന്നെ ഉണ്ട്. മുരളിയുണ്ട് കേട്ടോ, കെ മുരളീധരൻ. ഇവരെല്ലാം കൂടി കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ. ഇപ്പോൾ പുനഃസംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തല്ല് തീരാൻ പോകുന്നില്ല. സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കാൻ അതിശക്തിയായ രീതിയിലുള്ള നീക്കം നടക്കാൻ ഞാൻ വിടുന്ന പ്രശ്നമില്ല എന്ന് സുധാകരൻ. ആരുടെ? എനിക്കെതിരായിട്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരൻ പറയും ഞങ്ങളുണ്ട്, അതുപോലെ തന്നെ വി ഡി സതീശനുണ്ട്, എല്ലാ സെറ്റും ഉണ്ട്. ഇവിടെ നടക്കാൻ പോകുന്നില്ല. എം കെ രാഘവനെതിരായിട്ട് തെരുവിൽ യുദ്ധമാണ് പയ്യന്നൂർ. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. ഒരു ജോലി കൊടുത്ത പ്രശ്നം വെച്ചിട്ടാണ്. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം വരുമ്പോൾ എന്തായിരിക്കും ചിത്രം? മാനം മര്യാദക്ക് ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പ്രതിപക്ഷം ഓരോ ഘട്ടത്തിലും പറഞ്ഞത് എന്താ? ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. കാരണം വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടുണ്ട്. ആ വോട്ട് നിങ്ങൾ ഒന്നും കൂടി വാങ്ങിയാൽ 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ വരും. അതുകൊണ്ട് അനുവദിക്കില്ല. മാധ്യമങ്ങളും അത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, 123 സീറ്റുള്ളപ്പോൾ ഞങ്ങൾ 99 സീറ്റ് നേടിയിട്ടുണ്ട്. ഇനിയിപ്പോഴും നിങ്ങൾ 111 സീറ്റേ ഉള്ളൂ ഇപ്രാവശ്യം. 2024 തെരഞ്ഞെടുപ്പിൽ 111 സീറ്റാണ് നിങ്ങൾക്ക് ഭൂരിപക്ഷം. അപ്പോൾ ഞാൻ 99 സീറ്റിൻ്റെ അപ്പുറം കടന്ന് 100-ലധികം സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമത്തെ ടേമിലേക്ക് വരുന്ന കാഴ്ച ഈ കേരളത്തിൽ വേണം. അതിന് കരുത്തുറ്റൊരു പാർട്ടി വേണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതിശക്തിയായ ഒരു ഇടതുപക്ഷ മുന്നണി വേണം. അതാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും വല്ലൊന്നും ചർച്ച ചെയ്യാൻ നിങ്ങൾ ധരിക്കണ്ട. ഇതാ ചർച്ച. ഈ ഗവൺമെന്റിനെ മുന്നോട്ടേക്ക് നയിക്കുക, 3ാമത്തെ ടേമിലേക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ടുവരിക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. ലോകത്തോട് മത്സരിക്കുന്ന ഒരു ജനതയെ ഈ കേരളത്തിൽ വളർത്തിയെടുക്കുക. ആ കാഴ്ചപ്പാട് വെച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ അടിമുടി ശക്തിപ്പെടുത്തണം. ഞങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാത്ത കർശനമായ നിലപാടും നടപടിയും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വാർത്തയാക്കൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങളതൊന്നും മൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ്റെ ഭാഗമായി പാർട്ടി ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ അവിഭാജ്യ ഘടകമാണത്. ഒരു മാസത്തേക്ക്, ഒരു കൊല്ലത്തേക്കുള്ള നിലപാടല്ല, ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. നമുക്കറിയാം, മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതെല്ലാം കാണുകയും കേൾക്കുകയും അതിൻ്റെ ഭാഗവാക്കാവുകയും ചെയ്യുന്ന പാർട്ടി കേഡർമാർ ഉൾപ്പെടെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അരിച്ചരിച്ച് കയറാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണങ്ങളുണ്ട്. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണത പണത്തോടുള്ള ആർത്തി. ആ പാർട്ടിയോടുള്ള ആർത്തിയെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് തന്നെ പറഞ്ഞു, തിരുത്തണം. ഏതെങ്കിലും കേഡർമാർ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടോ എങ്കിൽ തിരുത്തിക്കണം. ജനങ്ങൾ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ 2 കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഒന്ന്, മെറിറ്റ്. എൻ്റെ ഒപ്പം നിൽക്കുന്നു, അപ്പുറം നിൽക്കുന്നു, ഇപ്പുറം നിൽക്കുന്നു, ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. കഴിഞ്ഞ ഭൂതകാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ശരിയായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒപ്പം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മെറിറ്റ്. 2, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഉദാത്തമായ നിലപാട്. ഈ രണ്ടുമല്ലാതെ മറ്റൊന്നും ഒരു തരത്തിലും മാനദണ്ഡമാവരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 2നെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാവണം. ഒന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന രീതിയിൽ. ഇതിനടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടി ശക്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജീർണതയെല്ലാം കുടഞ്ഞു കളയേണ്ടി വരും. കുടഞ്ഞു കളയുമ്പോൾ ചില വാർത്ത വരും. പക്ഷേ പാർട്ടിയുടെ ആരോഗ്യം ശക്തിപ്പെടും. ആരെങ്കിലും പേര് നടപടിയെടുത്താൽ
ആ നടപടിയുടെ ഭാഗമായിട്ട് പാർട്ടി അങ്ങനെ എന്തോ ആയിപ്പോകുന്ന ഒരു തെറ്റിദ്ധാരണയുള്ള പാർട്ടിയല്ല ഈ പാർട്ടി. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും. തെറ്റായ നിലപാടിനെ ഈ പാർട്ടി അതിശക്തിയായിട്ട് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. ശരിക്കു വേണ്ടിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയ ഉടനീളം ഈ പാർട്ടിയുടെ ജീവിതത്തിലുടനീളം ആ പ്രക്രിയ തുടരും. ഞങ്ങൾ നടത്തുന്ന ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയെ തന്നെ പാർട്ടി വിരുദ്ധമാക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചില നിലപാടുകളും നടപടികളും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിനെ തിരിച്ചറിയാൻ ഈ പാർട്ടിക്കാവും. നിങ്ങളിത് പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂടി വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരൊറ്റ ഒന്നൊഴിയാതെ. ഇനിയും ഇടപെടും. പാർട്ടി അടിമുടി ഇടപെടും. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് പൊറിപ്പിക്കില്ല. ആ രീതിയിൽ പാർട്ടി ജീർണതയുടെ ഒപ്പമല്ല, ജീർണത പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോരാട്ട വീതിയിലാണ് ഈ പാർട്ടിയുള്ളത്. അത് തന്നെയാണ് ഇവിടെ കരുനാഗപ്പള്ളിയിലും ഉണ്ടായത്. കരുനാഗപ്പള്ളിയിലുണ്ടായ സംഭവങ്ങളെ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള ഒരാളെയും ഉൾപ്പെടുത്താതെ ഈ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള കേഡർമാരെ വെച്ച് ഞങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയത്. അവിടെയുള്ള ആരെയും എടുത്തിട്ടില്ല. ഇന്ന് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അവിടെയുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കേന്ദ്രം തന്നെയാണിത്. ഒരാളെയും എടുത്തിട്ടില്ല. നേതാവാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ധരിക്കേണ്ട ജനങ്ങളാണ്. ജനങ്ങളുടെ പാർട്ടിയായി ഈ പാർട്ടി. ജനങ്ങളുടെ താല്പര്യമാണ് ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുക. ഈ പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിച്ചത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും. ശരിയായ ദിശാബോധത്തോടുകൂടി ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കും. തെറ്റായ പ്രവണതയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂടിവെക്കില്ല. ഓരോന്നും കൃത്യമായിട്ട് തിരുത്തിക്കൽ പ്രക്രിയക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ നിങ്ങൾ എത്രത്തോളം മുമ്പോട്ടേക്ക് വന്നാലും നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല. ഇപ്രാവശ്യം ഇവിടെ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ ചരിത്രത്തിലൊരു പുതിയ അധ്യായമായിരിക്കും. കാരണം കുറേ കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ പാർട്ടി വിഭാഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ടേക്ക് പോയത്. അതിൻ്റെ നല്ല ക്ഷീണം അനുഭവിച്ച പാർട്ടിയാണ് CPIM കേരളത്തിൽ. അത് പൂർണ്ണമായിട്ട് ഒഴിവായി വിഭാഗീയമായ ചേരുതിരിവില്ലാതെ അങ്ങിങ്ങായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി അപ്പപ്പോൾ തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം അത് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം പിണറായി പറഞ്ഞ ഒരു 20 വർഷം കഴിയുമ്പോൾ ലോകോത്തരമായ രീതിയിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ കേൾപ്പുള്ള 10,000-കണക്കിന് കേഡർമാരെ രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായി, പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ തോറ്റിട്ടുണ്ട്. തോറ്റാൽ അപ്പോ ക്ഷീണം, ജയിച്ചാലോ ഭയങ്കര ആവേശം. ജയിച്ചാൽ ആവേശപ്പെടുകയും തോറ്റാൽ നിരാശ കൊണ്ട് പണി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ സഖാക്കൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതലുള്ളത് കൊടുത്ത പത്രത്തിൽ. ഞങ്ങളുടെ ചരിത്രത്തിൽ തന്നെ തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ. വർഗസമരത്തിൻ്റെ ചരിത്രം അതാണ്. ആ വർഗസമര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ ഏതെങ്കിലും ഉട്ടോപ്യൻ സമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധി ലോകത്താകെ, ആ പ്രതിസന്ധി ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. ഇന്നല്ല എന്ന് പറഞ്ഞാൽ ഇന്നല്ല, ചിലപ്പോൾ 10 കൊല്ലോ 100 കൊല്ലോ ഒക്കെ എടുക്കും. സാമൂഹ്യ പരിവർത്തനം ഒരു കൊല്ലം കൊണ്ട് സംഭവിക്കുന്നല്ല. 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വർഷത്തെ പഴക്കമുണ്ട് ഈ മനുഷ്യകുലത്തിന്. 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ പഴക്കമുണ്ട് ഈ മനുഷ്യകുലത്തിന്. ആ മനുഷ്യകുലം പിന്നിട്ട് വന്ന ഒരുപാട് സാമൂഹ്യ വ്യവസ്ഥകളുണ്ട്. അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷമായിരുന്നു ആദ്യഘട്ടം. പിന്നീട് അത് ചുരുങ്ങി വന്നു. ഈ മുതലാളിത്തത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിസന്ധിയെ മാർക്സ് അളന്നു തൂക്കി വ്യക്തമാക്കി. ഇത് അവസാനിച്ചേ തീരൂ. ഇത് അവസാനിപ്പിക്കുന്ന വർഗം ഏതാണ്? നിങ്ങളുടെ കണ്ണിൽ കാര്യമായ ശേഷിയോ കഴിവോ ഒന്നുമില്ലാത്ത, എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്നത്
അവരുടെ ഭാഗമായിട്ടാണ് അധ്വാന ശേഷി അടിസ്ഥാനപ്പെടുത്തിയാണ് അധ്വാന വർഗം. അവർ ഈ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഈ ഭരണകൂട സംവിധാനത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ അധ്വാന ശേഷിയുടെ വില മാത്രം കൊടുത്ത് അധ്വാനം കവർന്നെടുക്കുന്ന മുതലാളിത്തം മിച്ചമൂല്യ സിദ്ധാന്തത്തിലൂടെ നിങ്ങൾ തടിച്ചു കൊഴുക്കുമ്പോൾ ഉൽപാദന ഉപാധികളുടെ സ്വകാര്യ അടിമസ്ഥതയെ തന്നെ ഉടമസ്ഥതയെ തന്നെ മാറ്റി ഉൽപാദനോപാധികളുടെ പൊതു ഉടമയിലേക്ക് ഈ ലോകത്തിന് മാറാതിരിക്കാൻ പറ്റില്ല. അതാ സയൻസ്. ഈ ശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹ്യ ശാസ്ത്രം, മനുഷ്യ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശാസ്ത്രം. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവത്തിൻ്റെ സമീപനം. ഈ വിപ്ലവപരമായ ഉള്ളടക്കത്തോടുകൂടി ഈ സമൂഹത്തെ പ്രവർത്തിപ്പിക്കാൻ, പുനരാവിഷ്കരിക്കാൻ, ഒരു പുതിയ തലത്തിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ് ഞങ്ങൾ ഓരോരുത്തരും. നിരാശ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമേ അല്ല. അതാ ഞാൻ പറഞ്ഞത്, പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഉണ്ടാവുന്ന ഏതെങ്കിലും തിരിച്ചടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നോട്ടേക്കുള്ള കുതിപ്പോ അതിൽ ആഹ്ലാദപൂർവ്വം പിന്നീട് വിഷമകരമായ സ്ഥിതി ഞങ്ങൾക്കില്ല. പാർട്ടി ശരിയായ ദിശാബോധത്തോടുകൂടി പാർട്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടിയെ നയിക്കും. ചിലപ്പോഴും നല്ലപോലെ മുന്നോക്കം പോകും, നല്ലപോലെ കുതിച്ചു വരികയും ചെയ്യും. ശ്രീലങ്കയിൽ 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ പാർട്ടിക്ക്. അവരാണിപ്പോൾ 2 ഭാഗം ഭൂരിപക്ഷം നേടിയ പാർട്ടിയായിട്ട് മാറിയത്. കമ്മ്യൂണിസ്റ്റുകാരൻ അവിടുത്തെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് പ്രസിഡന്റായിട്ട് വരുന്ന ചിത്രം ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുന്നവരല്ല. ഇന്ന് ഒട്ടും നിരാശപ്പെടേണ്ട കാര്യവുമില്ല. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും ശക്തിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൻ്റെ ശക്തി ഇനിയും വർദ്ധിപ്പിക്കാൻ ഈ പാർട്ടി സമ്മേളനങ്ങളെല്ലാം ഉതകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.